ഇന്നലെ മനോരമ ന്യൂസ് പാലക്കാട് കോട്ട മൈതാനിയിൽ ചർച്ച സംഘടിപ്പിച്ചു. 3 പാർട്ടിയുടെയും നേതാക്കൾ അവിടെ എത്തിയിരുന്നു. പാലക്കാടിന്റെ പ്രത്യേകത കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 2 ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്, മറ്റൊന്ന് തിരുവനന്തപുരമാണ്. പാലക്കാട്ട് പ്രശാന്ത് ശിവൻ എന്ന ചെറുപ്പക്കാരനാണ് BJPയുടെ ഒരു ജില്ലാ പ്രസിഡന്റ്. ഈ പ്രശാന്ത് ശിവൻ അത്യാവശ്യം തണ്ടും തന്റേടവും ഒക്കെയുള്ള എതിരാളികളുടെ ചെകിട് പൊട്ടിച്ചു പരിചയമുള്ള നേതാവാണ്. ആ പ്രശാന്തിന് എതിരാളിയായി മനോരമ ന്യൂസിലെ പാവം അയ്യപ്പദാസ് കൊണ്ടുവന്നത് PM ആർഷോ എന്ന അനേകം ക്രിമിനൽ കേസുകളിൽ അനേകം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള CPMന്റെ ഗുണ്ടാ സെറ്റപ്പിന്റെ ഭാഗമായ നേതാവിനെ. തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത 2 യുവ നേതാക്കൾ ഒരുമിച്ച് നിന്നപ്പോൾ തന്നെ തല്ലു വീഴും എന്ന പ്രതീതി ഉണ്ടായിരുന്നു. ആ ഒരു സൂക്ഷ്മതയും ജാഗ്രതയും അയ്യപ്പദാസ് കാണിച്ചിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നവർ അത് കൃത്യമായി മുതലാക്കി അപ്രതീക്ഷിതമായി PM ആർഷോയുടെ ചെകിട് തീർത്ത് കൊടുക്കുകയാണ് പ്രശാന്ത് ശിവൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി, അണികൾ ഒരുമിച്ച് ചേർന്ന് തല്ലി. നമ്മുടെ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കേൾക്കാറുള്ളത്രയും പ്രകോപനകരമായി ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും ഇത് എങ്ങനെ തല്ലിൽ കലാശിച്ചു എന്നത് ആശങ്കപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. പ്രശാന്ത് ശിവൻ PM ആർഷോയെ വെല്ലുവിളിക്കുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 53 സീറ്റുകളുള്ള പാലക്കാട് നഗരസഭയിൽ 10 സീറ്റ് CPIM പാർട്ടി ഒറ്റയ്ക്ക് നേടില്ല എന്ന വെല്ലുവിളിയായിരുന്നു. അതത്രയും പ്രകോപനപരം എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആർഷോയ്ക്ക് 10 സീറ്റ് പിടിക്കുമെന്ന് തീർത്ത് പറയാൻ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പാലക്കാട് CPMന്റെ അവസ്ഥ നമുക്കറിയാം, 3-ാം സ്ഥാനത്താണ്. കോൺഗ്രസും BJPയും തമ്മിലാണ് പാലക്കാട് മത്സരം നടക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയിച്ചത്. BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. CPM 3-ാം സ്ഥാനത്താണ്. അതിനു മുമ്പും CPMന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പിണറായി തരംഗത്തിൽ 99 സീറ്റ് സംസ്ഥാനത്ത് നേടിയപ്പോഴാണ് പാലക്കാട് BJP 3-ാമതായത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട PM ആർഷോയ്ക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടായില്ല. ആ ഒരു ആത്മവിശ്വാസക്കുറവാണ് അടിപിടിയിലേക്ക് നീങ്ങിയത്. അപ്രതീക്ഷിതമായി പ്രശാന്ത് ശിവൻ ആർഷോയുടെ ചെകിട് പൊട്ടിക്കുകയായിരുന്നു. അടികിട്ടിയ ആർഷോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പ്രശാന്ത് ശിവൻ നല്ല തടിമിടുക്കുള്ള നേതാവാണ്. എന്തായാലും അടികൊണ്ട് നല്ല വേദന ഉണ്ടായി കാണും. ആർഷോയുടെ അണികളൊക്കെ കൂടെയുണ്ടെങ്കിലും പ്രശാന്ത് ശിവന്റെ അണികൾ അവരെക്കാൾ കരുത്തരാണെന്നും ആർഷോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് DYFIക്കാർ ഓടിയെത്തി ആർഷോയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ സാധാരണ വീര്യം പുറത്തെടുക്കാൻ കഴിയാതെ പോയത്. ആർഷോയെ ഞൊടിയിടയിൽ അടികൊള്ളാതെ പിറകോട്ട് മാറ്റി നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാം.